2024 വർഷത്തിലെ മാർച്ച് ആദ്യത്തെ ആഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹെൽത്ത് ഇഫക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഈജിപ്താണ്. രണ്ടാമത് പാകിസ്ഥാൻ, മൂന്നാമത് ബംഗ്ലാദേശ്. ഇന്ത്യയുടെ സ്ഥാനം 5-ാമതാണ്. ഹെൽത്ത് ഇഫക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ കാരണം ഹെൽത്തിൽ ഉണ്ടാകുന്ന എഫക്ട്സിനെ പറ്റി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹെൽത്ത് ഇഫക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ 93% ജനങ്ങളും ജീവിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങളെക്കാൾ വായു മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഈജിപ്താണ്. ഇന്ത്യയുടെ സ്ഥാനം 5-ാമത്. UGC നിർദ്ദേശപ്രകാരം 2023 ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഓംബുഡ്സ്മാനായി നിയമിതനായത് ഡോക്ടർ ധർമ്മരാജ് അഡാറ്റ്. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി പെരിയാർ. പെരിയാർ നദീതട വികസന സാധ്യതകൾ പഠിച്ച് പദ്ധതി തയ്യാറാക്കാനുള്ള ചുമതല IIT പാലക്കാട്, IIT കാലിക്കറ്റ്. ഗംഗാ നദീതട വികസനത്തിന് സമാനമായ പദ്ധതിയിൽ ഉൾപ്പെട്ട മറ്റ് നദികൾ മഹാനദി കാവേരി, കൃഷ്ണ, ഗോദാവരി, നർമ്മദ. കേന്ദ്ര ജൽശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. 2027 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി പ്രഖ്യാപിച്ചു. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് ആണ് വേദി. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയാണ് 2025 ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 2023 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദിയായിരുന്നത് ഹംഗറിയുടെ ക്യാപിറ്റലായ ബുഡാപെസ്റ്റിലായിരുന്നു. ബ്രിട്ടീഷ് രാജാവിന്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി സുനിൽ മിത്തൽ. നാഷണൽ ലെവലിൽ കോൺട്രിബ്യൂഷൻ നൽകുന്നവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകുന്ന ഒരു അവാർഡാണ് നൈറ്റ്ഹുഡ് അവാർഡ്. ആക്ടേഴ്സ്, സയന്റിസ്റ്റ്, സ്കൂൾ ടീച്ചേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ് അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും നാഷണൽ ലെവലിൽ കോൺട്രിബ്യൂഷൻ നൽകുന്നവർക്ക് നൈറ്റ്ഹുഡ് അവാർഡ് നൽകി വരുന്നു. കഴിഞ്ഞ ദിവസം ഓസ്കാർ നേടിയ ക്രിസ്റ്റഫർ നോളൻ ആൻഡ് അദ്ദേഹത്തിന്റെ വൈഫിനും ബ്രിട്ടീഷ് നൈറ്റ്ഹുഡ് അവാർഡ് നേടിയിരുന്നു. സുനിൽ മിത്തൽ ഭാരതി എന്റർപ്രൈസസിന്റെ ഫൗണ്ടറാണ്. ആദ്യത്തെ ഇന്ത്യൻ ആണ്. കിങ് ചാൾസിന്റെ കയ്യിൽ നിന്ന് നൈറ്റ്ഹുഡ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആണ് സുനിൽ മിത്തൽ. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ നെല്ലിക്ക. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 3-ാം പാദം 2023 ഒക്ടോബർ-ഡിസംബർ 8.4%. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP എന്ന് പറയുന്നത് 7.3% എന്നത് 7.6% കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുതുക്കി. അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 42, ഒന്നാമതെത്തിയത് US. 2023 ഇന്ത്യയുടെ സ്ഥാനം 42 തന്നെ ആയിരുന്നു. മൗറീഷ്യസിലെ അഗലേഗ ദ്വീപിൽ നിർമ്മിച്ച എയർ സ്ട്രിപ്പ് നരേന്ദ്രമോദിയും മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌത്തും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 3907 പുള്ളിപ്പുലികളാണ് മധ്യപ്രദേശിലുള്ളത്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പുറത്തുവിട്ടത് 2024 ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. രണ്ടാമത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ കണ്ടുവരുന്നത്. മൂന്നാമത് കർണാടക. സർവേ പ്രകാരം കേരളത്തിലെ പുള്ളിപ്പുലികളുടെ എണ്ണം 570 ആണ്. രാജ്യത്തെ ആകെ പുള്ളിപ്പുലികളുടെ എണ്ണം 13,874 ആണ്. ഇനി കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ്.
വയോജന രോഗി പരിചരണത്തിനായി കുടുംബശ്രീയുടെ പദ്ധതി K4 കെയർ. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മികച്ച പരിചരണ സംവിധാനം ലഭ്യമാക്കുന്നതോടൊപ്പം സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് K4 കെയർ. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ്. നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ കീഴിലുള്ള ഒരു സബ്മിഷനായ അഡൽട്ട് ഇങ്ങനെ ലാബ്സിന്റെ ടെക്നിക്കൽ സപ്പോർട്ടിംഗ് കമ്പനിയായ മേക്കൽ ലാബ്സ് ആണ് ഐറിസിനെ നിർമ്മിച്ചത്. KTCT സ്കൂളിലാണ് ആദ്യമായി ഐറിസ് ക്ലാസ് എടുത്തത്. 2024 ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കൈറ്റിനാണ്. കൈറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റിൻ്റെ CEO അൻവർ സാദത്ത്. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളിലൂടെ 2000 സ്കൂളുകളിൽ 900 റോബോട്ടിക് കിറ്റുകളിലൂടെ കൈറ്റ് നടപ്പാക്കുന്ന റോബോട്ടിക് ഓർ AI പഠന പദ്ധതിക്കാണ് IoT വിഭാഗത്തിൽ സമ്മാനം അർഹമായത്. ലോക വന്യജീവി ദിനം മാർച്ച് 3. പ്രമേയം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനായി നിർണായക ജീവജാലങ്ങളെ സംരക്ഷിക്കുക. 2013 ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരമാണ് മാർച്ച് 3 വന്യജീവി ദിനമായി ആഘോഷിക്കുന്നത്. വന്യജീവികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ചും ലോക ജനതയെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. ലോക കേൾവി ദിനം മാർച്ച് 3. ഈ വർഷത്തെ പ്രമേയം മനോഗതി മാറ്റാം, ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം. പൊതുജനങ്ങളെയും ആരോഗ്യ പരിരക്ഷാ ദാതാക്കളെയും കേൾവിക്കുറവിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുവാനായിട്ടാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. തട്ടിപ്പ് കോളുകൾ അറിയിക്കാൻ കേന്ദ്ര ടെലികോം വകുപ്പിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. ചക്ഷു ആൻഡ് ഡിജിറ്റൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം. ചക്ഷു എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. ഫ്രോഡ് കോൾസ്, മെസ്സേജ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ ചക്ഷു വഴി സാധിക്കുന്നു. DIP അഥവാ ഡിജിറ്റൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്, ടെലികോം സർവീസസ് പ്രൊവൈഡേഴ്സ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് ഡോക്യുമെൻറ്റ് ഇഷ്യൂയിങ് അതോറിറ്റീസ്, അങ്ങനെയുള്ള അതോറിറ്റീസിനാണ് DIP അവൈലബിൾ ആയിട്ടുള്ളൂ. യൂണിയൻ ടെലികോം ആൻഡ് IT മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വിൻ വൈഷ്ണവാണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം. പട്ന സർവകലാശാല ക്യാമ്പസിൽ ഗംഗാ തീരത്താണ് ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം. ഗംഗയിലെ ഡോൾഫിനുകളുടെ ഭക്ഷണരീതി, പെരുമാറ്റം, അതിജീവന പ്രക്രിയ തുടങ്ങിയ വിഷയങ്ങളാകും നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെൻ്ററിൽ പഠന ഗവേഷണങ്ങൾ. പാകിസ്ഥാൻ്റെ 24ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ഷഹബാസ് ഷരീഫാണ്. ഇത് 2ാം തവണയാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. 2023 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 2022 M മുകുന്ദനും 2021 ഡോക്ടർ M ലീലാവതിക്കുമാണ് തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ദേശീയ സുരക്ഷാ ദിനം മാർച്ച് 4. ഈ വർഷത്തെ പ്രമേയം പാരിസ്ഥിതികവും സാമൂഹികവും ഭരണപരവുമായ മികവിനുള്ള സുരക്ഷാ നേതൃത്വം. തൊഴിലിടങ്ങളിലെ സുരക്ഷാ അവബോധം വളർത്തലും സുരക്ഷാ നടപടികൾ പ്രോത്സാഹിപ്പിക്കലുമാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭ്രൂണഹത്യക്കുള്ള അവകാശം മൗലിക അവകാശമാക്കി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ രാജ്യം ഫ്രാൻസ്. ഞങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഒരു സന്ദേശം നൽകുകയാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി ആർക്കും തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കിയത്. ഫ്രഞ്ച് പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്തൽ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഹരി വി നായർ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. നഗരസഭ നടപ്പാക്കിയ വയോജന സൗഹൃദ പദ്ധതികളും പരിപാടികളും പരിഗണിച്ചാണ് പദവി കൊച്ചിക്ക് ലഭിച്ചത്. രാജ്യത്തെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം വാഴാമുട്ടം.
സംസ്ഥാന സർക്കാരിന്റെ 2021 വനിതാ രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചു. ശാന്ത ജോസ്, വൈക്കം വിജയലക്ഷ്മി, സുനിത കൃഷ്ണൻ, ഡോക്ടർ സുധ എന്നിവർക്കാണ് വനിതാ രത്ന പുരസ്കാരം ലഭിച്ചത്.